സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ ഈ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് 180ാമത്തെ ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിത് 5ാമത്തെ ചാപ്റ്ററിൽ 4ാമത്തെ 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് വീണ്ടും പഠിക്കുന്നത്? ഞാൻ അന്നേരം നിങ്ങളോട് കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ നിങ്ങളെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്. അതായത് നമ്മളിപ്പോൾ പഠിച്ച ഉപയോഗം മാത്രമല്ല ഉള്ളത്, നിങ്ങൾക്കിപ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, കാരണം ബാക്കിയെല്ലാം പഠിച്ചത് കൊണ്ട്. അപ്പോൾ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ എല്ലാ ഉപയോഗങ്ങളും നമുക്കൊന്ന് ശ്രദ്ധിക്കാവുന്നതാണ്. ആദ്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ്, വീണ്ടും പഠിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കൂടുതൽ ആവർത്തിക്കുമ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കുന്നതാണ്. ഈസ്, ആമ അല്ലെങ്കിൽ ആറ് പ്ലസ് V1 പ്ലസ് ING ആണ്. ഈസ് നമ്മൾ സിംഗുലറിൻ്റെ കൂടെ ഉപയോഗിക്കും, ഐയുടെ കൂടെ ആം ഉപയോഗിക്കും. ആറ് പ്ലൂറൽ സബ്ജക്റ്റ് വന്നാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, V1 പ്ലസ് ING ആണ് ഇതിൻ്റെ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചർ. ഇനി നമ്മൾ ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്തെങ്കിലും ഒരു സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഏത് ഉപയോഗിക്കും? കൃത്യമാണ് നിങ്ങൾ പറഞ്ഞത്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം. വി ആർ വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ പ്രോഗ്രാം ഈസ് ഡൗൺലോഡിങ്. ഇപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു നിങ്ങൾ അത് ഡൗൺലോഡ് ചെയ്യുക, അപ്പം പറഞ്ഞാൽ ഞാനത് ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ പ്രോഗ്രാം ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഐ ആം ഡൗൺലോഡിംഗ് എന്ന് പറയാം. ഇനി പ്രോഗ്രാം ആണെങ്കിൽ പ്രോഗ്രാം ഈസ് ഡൗൺലോഡിംഗ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. അപ്പോഴെന്താണ്? ദ പ്രോഗ്രാം ഈസ് ഡൗൺലോഡിംഗ്, പ്രോഗ്രാം ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം ചെക്കിംഗ് മൈ ഇമെയിൽസ്, ഞാൻ എൻ്റെ ഇമെയിൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് ലിസണിങ് ദ ന്യൂസ്, അവൾ വാർത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഹീ ഈസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ഐക്കണിലും ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റൊന്നാണ് ആൽബർട്ട് ഈസ് ഹാവിങ് ലഞ്ച് നൗ. ഈ നവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴെന്നുള്ള അർത്ഥം, നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിലും അതിൻ്റെ അർത്ഥം ഇപ്പോഴും തന്നെയാണ്. ഇവിടെ മറ്റൊരു ഉദാഹരണം, ഐ ഹാവ് എ സൈക്കിൾ അല്ലെങ്കിൽ ഷീ ഹാസ് എ സൈക്കിൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഹാസ് അല്ലെങ്കിൽ ഹാവ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു വെർബായിട്ടാണ്. അപ്പോൾ ഹാവിൻ്റെ അർത്ഥം എന്താണ്? ഹാവിൻ്റെ അർത്ഥം കഴിക്കുക അല്ലെങ്കിൽ കുടിക്കുക എന്നുള്ളൊരു അർത്ഥമാണ്. അപ്പോൾ ആൽബർട്ട് ഈസ് ഹാവിങ് ലഞ്ച് നൗ എന്ന് പറഞ്ഞാൽ ആൽബർട്ട് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഇനിയിപ്പോൾ വേറൊരർത്ഥമുണ്ട്, ഹാവിന് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളൊരു അർത്ഥവുമുണ്ട്. അതാണ് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഉദാഹരണം, ഐ ഹാവ് എ സൈക്കിൾ അല്ലെങ്കിൽ ഹീ ഹാസ് എ സൈക്കിൾ. അത് എന്തുകൊണ്ടാണ് ഹീയുടെ കൂടെ ഹാസ് ചേർത്തത്? അത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാവുന്നത്. എന്താണ് ഈ ഹാവ് എന്നുള്ള വെർബ്? ആ വെർബിന് 2-3 അർത്ഥം ഉണ്ടെന്നുള്ളത് നമുക്ക് എഴുതിയിരിക്കുന്നുണ്ട്, കഴിക്കുക, കുടിക്കുക, ഉണ്ടായിരിക്കുക, ഉണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ ഈ ഹാവ് എന്ന് പറഞ്ഞ വെർബ് എന്താണ്? V1 ആണ്. അതിൻ്റെ V1S എന്താണ്? ഹാസ് ആണ്. V1S ഏത് എവിടെയാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് ഏത് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഐ ഹാവ് എ സൈക്കിൾ എന്നുള്ളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആയിട്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ട് എന്നുള്ളത്. ആദ്യത്തേത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഏത്? ആൽബർട്ട് ഈസ് ഹാവിങ് ലഞ്ച് നൗ എന്നുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിംഗുലറിൻ്റെ കൂടെ ഏതാണ് ഉപയോഗിക്കുന്നത്? ഹാസ് ആണ് ഉപയോഗിക്കുന്നത്. പ്ലൂറലിൻ്റെ കൂടെ ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഹാവ് V1 ആണ്. അപ്പോൾ അതിൻ്റെ V2 V3 ഏതാണ്? ഹാഡ് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ V1 പ്ലസ് ING, ഈ ഹാവ് എന്നുള്ളതിൻ്റെ V1 പ്ലസ് ING ആണ് ഹാവിങ്. നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. എന്നോട് ഒരുപാട് സ്റ്റുഡൻസ് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഹാവിങ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അതായത് ഹാവ് എന്നുള്ള V1ൻ്റെ V1 പ്ലസ് ING ആണ് ഏത്? ഹാവിങ്. ഇനി V1 പ്ലസ് ING എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. രണ്ടാമത് കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്. ഏത്? ഐ ഹാവ് എ സൈക്കിൾ അല്ലെങ്കിൽ ഹീ ഹാസ് എ സൈക്കിൾ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഈ മറ്റൊരു ഉദാഹരണം, ഹീ ഈസ് ഹാവിങ് എ ഷവർ നൗ എന്ന് പറഞ്ഞാൽ, ഹാവ് എ ഷവർ എന്ന് പറഞ്ഞാൽ കുളിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ പൂർണ്ണമായിട്ട് പറഞ്ഞാൽ ഹാവ് എ ഷവർ എന്ന് പൂർണ്ണമായിട്ട് പറഞ്ഞാലാണ് അതിന് കുളിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ അതിനെ വെട്ടിമുറിച്ച് ഹാവ് എന്ന് ഉപയോഗിക്കുക, ഷവർ എന്ന് അങ്ങനല്ല. ഹാവ് എ ഷവർ എന്ന് പറഞ്ഞാൽ
കുളിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ ഈ പിന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ലല്ലോ. അപ്പോൾ ഹാവിങ് എന്നുള്ളത് ഈസ് പ്ലസ് ഹാവിങ് അല്ലേ, V1 + ing എന്നുള്ളതാണ്. ഹീസ് ഹാവിങ് എ ഷവർ നൗ എന്ന് പറഞ്ഞാൽ അവൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അവിടെ നൗ ഉപയോഗിച്ചില്ല എൻ്റെ അർത്ഥം എന്താണ്? അവൻ കുളിച്ചുകൊണ്ടിരിക്കുക എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഹാവ് എന്നുള്ളത് V1 ആണ്, അതിൻ്റെ V2 ആണ് ഹാഡ് എ ഷവർ. ഓക്കെ, ഹാവ് എ ഷവർ, ഹാഡ് എ ഷവർ, അതിൻ്റെ V3 എന്താണ്? ഹാഡ് എ ഷവർ എന്നുള്ളതാണ്. അപ്പോൾ V1 എന്താണ്? ഹാവ് എ ഷവർ, V2 ഹാഡ് എ ഷവർ, V3 ഹാഡ് എ ഷവർ. ശ്രദ്ധിക്കുക, അപ്പോൾ കുളിച്ച് കഴിഞ്ഞു എന്നുള്ളത് എങ്ങനെ പറയും? ഇപ്പോൾ V2 ഉപയോഗിക്കുക അല്ലേ, അപ്പോഴെന്താണ്? ഹാഡ് എ ഷവർ എന്നുള്ളതാണ് V2. ഇനി നമുക്ക് V3 ഉപയോഗിക്കാമോ? തീർച്ചയായിട്ടും ഉപയോഗിക്കാം. നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ് പഠിച്ചതാണ്. അപ്പോൾ അവിടെ എന്താണ് ഉപയോഗിക്കേണ്ടത്? ഹാസ് അല്ലെങ്കിൽ ഹാവ് ഉപയോഗിക്കണം. ഇവിടെ ഉദാഹരണം ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ കൊടുക്കുന്ന സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. ഹീ ഹാഡ് എ ഷവർ എന്ന് പറഞ്ഞാൽ അവൻ കുളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സമയമില്ലല്ലോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകത്തില്ലേ? തീർച്ചയായിട്ടും നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. എന്താണ്? സിമ്പിൾ പാസ്റ്റിനകത്ത് സമയമില്ലെങ്കിലും അത് വലിയ തെറ്റൊന്നുമല്ല. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് കൃത്യമായ ഗ്രാമറിൽ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഹീ ഹാസ് ഹാഡ് എ ഷവർ. ഓക്കെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഹാസ് അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3. ഇവിടെ V3 എന്താണ്? ഹാഡ് എ ഷവർ. അപ്പോൾ എന്താണ്? ഹീ ഹാസ് ഹാഡ് എ ഷവർ. പക്ഷേ ഇത്രയൊക്കെ നമുക്ക് ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ആ സിമ്പിൾ പാസ്റ്റ് ടെൻസ് നമുക്കങ്ങ് പറഞ്ഞാൽ ഹീ ഹാഡ് എ ഷവർ എന്ന് പറഞ്ഞാലും മതി. ഇനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ പഠനത്തെ പറ്റി പറയാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഹീ ഈസ് സ്റ്റഡിങ് BSc ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ BSc ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ വി ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ്, നമ്മൾ എന്തുകൊണ്ടിരിക്കുകയാണ്? നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ, ശരിയല്ലേ? ഇനിയിപ്പോഴും നമുക്ക് ജോലി പറയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാവുന്നതാണ്? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്. ഐ ആം വർക്കിംഗ് ഇൻ UAE യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഷീ ഈസ് വർക്കിംഗ് ഇൻ എ ബാങ്ക്. അവൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അവൾ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. വി ആർ വർക്കിംഗ് ഫോർ ഹിം, ഞങ്ങൾ അവന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് അല്ലേ. ഇനി ജോലി പറയാൻ വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും സിമ്പിൾ പ്രസൻറ്റ് ടെൻസും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ശ്രദ്ധിക്കുക, കാരണം എന്താണ്? അതൊരു ഫിക്സഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ജോലി. അതുകൊണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാവുന്നതാണ്? അത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ടെൻസും ഉപയോഗിക്കാവുന്നതാണ്. സോ ഐ വർക്ക് ഇൻ UAE. അപ്പോൾ ഷീ ആണെങ്കിലോ ഷീ വർക്ക്സ് ഇൻ എ ബാങ്ക് അല്ലെങ്കിൽ ഷീ വർക്ക്സ് ഇൻ UAE. ദേ വർക്ക് ഫോർ ഹിം എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. ഇനി കുറേ നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈ പറയുന്ന സമയത്ത് ചെയ്യണമെന്നൊരു നിർബന്ധവുമില്ല. അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് വേണമെങ്കിൽ സമയം കൂടി പറയാവുന്നതാണ്. അതായത് ഈ കാലഘട്ടങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? സമയവും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയുള്ള അവസരങ്ങളിലും, അതായത് എന്താണ്? ഏതവസരമാണ്? കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളോട് ഈ സംസാരിക്കുന്ന ആ കൃത്യമായിട്ടുള്ള ആ സമയത്ത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, എൻ്റെ ഒരു സുഹൃത്തുക്കളുണ്ട്, അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അവരൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവരെ കണ്ടത് എവിടെ വെച്ചാണ് കണ്ടത്? ഞാൻ അവരെ കോട്ടയത്ത് വെച്ച് കണ്ടു, എല്ലാവരെയും കണ്ടു. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ അവരെന്താണ് പറഞ്ഞത് എന്നോട്? വി ആർ മേക്കിംഗ് എ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ആ കോട്ടയത്ത് വെച്ച് കണ്ട ആ സമയത്ത് അവർ ഷോർട്ട് ഫിലിം ചെയ്യുന്നതാണോ എൻ്റെ അർത്ഥം? അല്ല. പക്ഷേ എന്താണ്? അവർ കുറച്ച് നാളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. ഒരു ഫിലിം ആക്ടറിനെ കാണുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുകയാണ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഐ ആം ആക്ടിങ് ഇൻ എ മൂവി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നിങ്ങളോട് പറയുന്ന സമയത്ത് ആക്ട് ചെയ്യണോ? അല്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുമ്പേ പഠിച്ച ഒരെണ്ണമുണ്ട്. എന്താണ്? ഒരു സ്ലൈഡ് മുമ്പ് നമ്മൾ കണ്ടായിരുന്നു. എന്താണ്? വി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സമയത്ത് പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോഴേ വേണമെങ്കിൽ കുറച്ച് കാലമായിട്ട് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു സമയം എന്താണ്? ദിസ് മന്ത്, ഈ മാസം, അല്ലെങ്കിൽ ദീസ് ഡേയ്സ്, ഈ സമയങ്ങളിൽ എന്നുള്ളതാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു ഷീ ഈസ് ട്രാവലിംഗ് ദീസ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ അവൾ ഈ സമയങ്ങളിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുവെച്ചാൽ കുറേ നാളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ഹീ ഈസ് വർക്കിംഗ് ഹാർഡ് ഇൻ ദിസ് പ്രൊജക്റ്റ്. ഓക്കെ, അവൻ വളരെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഈ പ്രൊജക്റ്റിൽ. ഹീ ഈസ് ട്രൈയിങ് ഫോർ IAS, അവൻ IASന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്
ഓക്കെ. ഐ എം സ്പെൻഡിങ് ലോഡ് ഓഫ് ടൈം വിത്ത് മൈ പേരൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഒരുപാട് സമയം എൻ്റെ പേരൻസിൻ്റെ കൂടെ ചിലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ചിലവഴിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം ഈ സമയങ്ങളിലൊക്കെ. ഓക്കെ. ഐ എം സ്പെൻഡിങ് എ ലോട്ട് ഓഫ്, ഇവിടെ ഒരു എ വിട്ടു പോയിട്ടുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഇതൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വരുന്ന ചില എററുകളാണ്. സോ എങ്ങനെയാണ് പറയേണ്ടത്, ഐ എം സ്പെൻഡിങ് എ ലോട്ട് ഓഫ് ടൈം. ഓക്കെ, അതാണ് കൃത്യമായിട്ടുള്ളത്. ഓക്കെ. വി ആർ വർക്കിംഗ് 20 hours പെർ ഡേ ഇൻ ദി ഓഫീസ് ദിസ് മന്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓഫീസിൽ എത്ര മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്, 20 മണിക്കൂർ ഓരോ ദിവസവും ഈ മാസം. അതെന്താണ്, എന്തായാലും അത്യാവശ്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് കാണും, അതുകൊണ്ട് ഞങ്ങൾ 20 മണിക്കൂർ വെച്ചാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മാസം. ഇനിയിപ്പോഴും ഓൾവേസ് എന്ന് വെച്ച് പറയാറുണ്ട്, എപ്പോഴും അങ്ങനെയാണ് എന്ന് പറയണം. ഇത് സാധാരണ നമ്മൾ കുറ്റം പറയാനാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഓൾവേസ് എന്നുള്ളത് നമ്മൾ ഈ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ശ്രദ്ധിക്കുക, ഒരു ഉദാഹരണം ശ്രദ്ധിക്കുക. ഓക്കെ. ഹീ ഈസ് ഓൾവേസ് ഫൈറ്റിംഗ്. എനിക്കതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവനോട് എനിക്ക് ഭയങ്കര കലിപ്പാണ്, ദേഷ്യമാണ് എന്നൊക്കെ പറയത്തില്ലേ. കാരണം എന്താണ്, ഹീ ഈസ് ഓൾവേസ് ഫൈറ്റിംഗ്, അവൻ എപ്പോഴും എന്താ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് നല്ലൊരു കാര്യമാണോ പറഞ്ഞത്? അല്ല, കുറ്റമാണ് പറഞ്ഞത്. ഓക്കെ. ഷീ ഈസ് ഓൾവേസ് ഗോയിങ് ലേറ്റ് എന്ന് പറഞ്ഞാൽ അവൾ എല്ലാ ദിവസവും എപ്പോഴും എന്താണ്, ലേറ്റായിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജൂനിയർ ഉണ്ട്, അവരെന്നും ലേറ്റായിട്ടാണ് വരുന്നതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു കുറ്റമായിട്ട് വേറൊരാളോട് നമ്മളിങ്ങനെ ഒരാളുടെ കുറ്റം പറയാൻ എങ്ങനെയാണ് പറയുന്നത്, ഈസ് ഓൾവേസ് കമ്മിങ് ലേറ്റ് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ. അവരെപ്പോഴും ഉറക്കമാണ്, വേറെ ഒരു പണിയില്ല, എപ്പോഴും ഉറക്കമാണ്. ദേ ആർ ഓൾവേസ് സ്ലീപ്പിംഗ്. ഓക്കെ. അപ്പോൾ ഇതിനാണ് നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഫ്യൂച്ചർ പറയാൻ വേണ്ടി ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഏത്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നമ്മളൊരു സമയം പറയണം. ശ്രദ്ധിക്കുക, നമുക്ക് എന്തിനാണ് ഫ്യൂച്ചറിന് വേണ്ടി ഉപയോഗിക്കാം, സമയം പറയണം. ഇവിടെ ഉദാഹരണം ശ്രദ്ധിക്കുക. ക്വിക്ക്, ദേ ആർ റീച്ചിങ് അറ്റ് 5 എന്ന് പറഞ്ഞാൽ പെട്ടെന്നാട്ടെ, അവർ 5 മണിക്ക് വരും. അപ്പോൾ വരും, ഇപ്പോൾ ഒരു സമയം 2 മണിയായി, ഇന്ന് കൂട്ടുക. അപ്പോൾ 5 മണിക്ക് വരും എന്നുള്ളതാണ്. ഇനിയിപ്പോഴും നമ്മൾ 5 PM എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, കാരണം കേൾക്കുന്ന ആൾക്ക് അറിയാം. നമ്മൾ ഇംഗ്ലീഷിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 5 എന്നുള്ളത് 5 o'clock എന്ന് പറയണോ? വേണ്ട, 5 എന്ന് പറഞ്ഞാൽ മതി. കാരണം എന്താണ്, അത് കേൾക്കുന്ന ആൾക്കറിയാം. ഇപ്പോൾ 2 മണിയായി, അപ്പോൾ 5 എന്നുള്ളത് നമ്മൾ പറഞ്ഞത് 5 എന്നുള്ളത് സമയമാണെന്ന് കേൾക്കുന്ന ആൾക്കറിയാം. ഓക്കെ. ഐ എം ഗോയിങ് ഹോം ദിസ് ഫെബ്രുവരി അല്ലെങ്കിൽ നെക്സ്റ്റ് ഫെബ്രുവരി, അതായത് അടുത്ത വരുന്ന ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ ഈ വരുന്ന ഫെബ്രുവരി, അത് ദിസ് ഫെബ്രുവരി എന്ന് പറഞ്ഞാലും നെക്സ്റ്റ് ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഒന്നും തന്നെ. ഇപ്പോൾ ഉദാഹരണം ഞാൻ ഡിസംബറിലാണ് ഇത് പറയുന്നത് കൂട്ടുക, ഇതിപ്പോൾ ഡിസംബർ മാസമാണ്. അപ്പോൾ ദിസ് ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ ഈ വരുന്ന ഫെബ്രുവരി തന്നെ, വേറെ ഫെബ്രുവരി ഇല്ലല്ലോ. അപ്പോൾ നെക്സ്റ്റ് ഫെബ്രുവരി നമുക്ക് പറയാം. അവിടെ എന്താണ്, ഐ എം ഗോയിങ് ഹോം, അപ്പോഴെന്താണ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. പക്ഷേ അവിടെ സമയം പറഞ്ഞപ്പോഴെന്തായി മാറി, അത് ഫ്യൂച്ചറായി മാറി. ദേ ആർ റീച്ചിങ് എന്ന് മാത്രം പറഞ്ഞാൽ അവർ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷേ റീച്ചിങ് അറ്റ് 5 അല്ലേ. അപ്പോൾ സമയം പറഞ്ഞു. മൈ പേരൻസ് ആർ കമ്മിങ്, ഇവിടെ സമയം പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ പേരൻസ് വന്നുകൊണ്ടിരിക്കുകയാണോ എന്നാണ് അർത്ഥം, അല്ലേ, എന്നാണല്ലോ അർത്ഥം. പക്ഷെ അങ്ങനെയാണോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇംഗ്ലീഷ് എന്നുള്ള ഭാഷയിൽ കുറച്ച് നമ്മൾ ഈ കേൾക്കുന്നയാൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് പറയത്തില്ല. ശ്രദ്ധിക്കുക, അതായത് എൻ്റെ പേരൻസ് വരുന്നുണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മൈ പേരൻസ് ആർ കമ്മിങ് ദിസ് ഫെബ്രുവരി എന്നാണ് ഞാൻ ഉദ്ദേശിച്ച് കൂട്ടിക്കുക, അല്ലെങ്കിൽ കമ്മിങ് നെക്സ്റ്റ് മന്ത് എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ കേൾക്കുന്ന ആൾക്ക് അറിയാം, അതായത് ഫ്യൂച്ചറിലെ ഒരു കാര്യമാണ് അവൻ പറയുന്നതെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ സമയം ചേർക്കേണ്ട ആവശ്യമില്ല. മൈ പേരൻസ് ആർ കമ്മിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വരിക എന്നുള്ളതല്ല. എന്തുകൊണ്ടല്ല, യഥാർത്ഥ ഇംഗ്ലീഷ് അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ അല്ല എന്നുള്ളത് എൻ്റെ കേൾക്കുന്നയാൾക്ക് അറിയാം. അവനറിയാം എൻ്റെ പേരൻസ് പിന്നീട് വരുന്ന കാര്യമാണെന്ന് അവന് മനസ്സിലറിയാം. അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ സംസാരിച്ചതാണ് എന്നുണ്ടെങ്കിൽ മൈ പേരൻസ് ആർ കമ്മിങ് എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ ഫ്യൂച്ചർ തന്നെയാണ്. അവിടെ സമയമില്ല, എങ്കിലും കേൾക്കുന്നയാൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ സമയം ചേർക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, അതായത് എനിക്കൊന്ന് കാശ്മീരിൽ പോകണമെന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കാശ്മീരിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പോൾ പോകണമെന്നാണോ? അല്ല. എന്താണ് കാരണം ആ കേൾക്കുന്നവൻ അറിയാവുന്നത് കൊണ്ടാണ്. അതല്ല, ഞാനിപ്പോൾ ഐ എം ഗോയിങ് ടു കാശ്മീർ എന്ന് ഞാനൊരു എഴുത്തെഴുതി നിങ്ങളുടെ കയ്യിലോട്ട് തരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്,
ഞാൻ കാശ്മീരിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നാണ്. പക്ഷേ ആ കേൾക്കുന്ന ആൾക്കറിയാം ഞാൻ ഇപ്പോഴത്തെ അല്ല ഉദ്ദേശിച്ചെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐ എം ഗോയിങ് ടു കാശ്മീർ എന്നുള്ളത് ഫ്യൂച്ചർ പറയാൻ ഉപയോഗിക്കാം. ഓക്കെ, ഇനി ഇപ്പോൾ കഥകൾ പറയാൻ വേണ്ടി നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കഥകൾക്കകത്ത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസും ഉപയോഗിക്കാറുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ കഥകളൊന്നും വായിച്ചാൽ നമ്മുടെ ഇംഗ്ലീഷ് കൃത്യമാകില്ല, നമ്മൾ സംസാരിക്കാൻ പഠിക്കില്ല. ഇതാണ് കാരണം. എന്താണ്? കഥകൾ പറയാൻ വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും സിമ്പിൾ പ്രസൻറ്റ് ടെൻസും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഒരു കഥയ്ക്കകത്ത് 90% അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളൊരു ഉദാഹരണം ചോദിച്ചിട്ട്, നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കണ്ട ഒരു സിനിമയുടെ കഥ എന്നോട് പറയണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പറയുന്നത്? അതിനകത്ത് നായകനുണ്ട്, അവൻ കോളേജിൽ പഠിക്കുകയാണ്, അല്ലേ? പഠിച്ചു കഴിഞ്ഞെന്നാണോ പറയുന്നത്? അല്ലല്ലോ, പഠിക്കുകയാണെന്നല്ലേ പറയുന്നത്. എന്താണ് കാരണം? അതായത് കഥകൾ പറയാൻ വേണ്ടി നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും സിമ്പിൾ പ്രസൻറ്റ് ടെൻസുമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കഥകൾ വായിച്ചാൽ ഇംഗ്ലീഷ് പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, അത് എളുപ്പമല്ല. അതുകൊണ്ട് നിങ്ങൾ കഥകൾ വായിച്ചാൽ നിങ്ങൾ പഠിക്കത്തില്ല. ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് അയക്കാറുണ്ട്, സാറേ കഥകൾ ഇംഗ്ലീഷിൽ പറഞ്ഞു തരണം. പക്ഷേ ഇതാണ് കാരണം, കഥകൾ പറയാൻ വേണ്ടി കൂടുതലായിട്ടും മറ്റ് പല ടെൻസുകളുമാണ്. ഏതാണ് ആ ടെൻസുകൾ? പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും സിമ്പിൾ പ്രസൻറ്റ് ടെൻസുമാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. സോ അറ്റ് ദ ടൈം ഹീ ഈസ് വർക്കിംഗ് അറ്റ് ഹിസ് ഓഫീസ്. ആ സമയത്ത് അവൻ ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് സമ്മൺ ഹിറ്റ്സ് ഹിം വിത്ത് എ റോഡ് ഫ്രം ദ ബാക്ക്. ആരോ അവനെ പുറകിൽ നിന്നും ഒരു ഇരുമ്പ് വടി കൊണ്ട്, അല്ല ഒരു ദണ്ട് കൊണ്ട് അവനെ അടിച്ചു. ഓക്കെ, അയൺ റോഡ് എന്ന് പറയണമെന്ന് ആവശ്യമൊന്നുമില്ല. റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദണ്ട്, അല്ലെങ്കിൽ ഒരു അവനെ ഇരുമ്പ് ദണ്ട് കൊണ്ട് അവൻ്റെ പുറത്തിട്ട് അടിച്ചു. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളുടെ ഒരു കഥയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, കഴിഞ്ഞു പോയ കാര്യമാണ്, അല്ലേ? ഓക്കെ, ഷീ സിറ്റിംഗ് ഓൺ ദ ബെഞ്ച്. അവൾ ഒരു ബെഞ്ചിലിരിക്കുകയായിരുന്നു. ആൻഡ് ദ ഹീറോ കംസ് ആൻഡ് ഗീവ്സ് ഹർ എ ഫ്ലവർ. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഹീറോ വന്നു, നായകൻ വന്നിട്ട് അവൾക്ക് ഒരു ഫ്ലവർ കൊടുത്തു. ഇതൊരു കഥയാണ്, അല്ലേ? അപ്പോഴേ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് സാധാരണ ഫ്യൂച്ചർ അല്ല പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഏതൊക്കെയാണെന്നുള്ളത്. ഇനിയിപ്പോൾ ഇല്ല എന്ന് പറയാൻ വേണ്ടി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആർ പ്ലസ് നോട്ട് പ്ലസ് V1 പ്ലസ് ING എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഹീസ് നോട്ട് സ്ലീപ്പിംഗ് നൗ. അവൻ ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേ ഈസ് നോട്ട് എന്നുള്ളതിന് ഈസിൻ്റെ എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. ഹീ ഈസൻ സ്ലീപ്പിംഗ് നൗ. ഐ എം നോട്ട് ഗോയിങ് ഹോം നെക്സ്റ്റ് വീക്ക്. മൈ പേരൻസ് ആർ നോട്ട് കമ്മിങ്. ഓക്കെ, ഇനി ഇപ്പോൾ ഐ എം നോട്ട് ഗോയിങ് ഹോം നെക്സ്റ്റ് വീക്ക്. ഞാൻ അടുത്തയാഴ്ച വീട്ടിൽ പോകുന്നില്ല. മൈ പേരൻസ് ആർ നോട്ട് കമ്മിങ് എന്ന് പറഞ്ഞാൽ അവിടെ ഞാൻ അവനോട് പറഞ്ഞാൽ, എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞാൽ എൻ്റെ പേരൻസ് വരുന്നുണ്ട്. എപ്പോഴാണ്? ഫ്യൂച്ചറിൽ. ഓക്കെ, അടുത്ത മാസം. പക്ഷേ ഇപ്പോൾ പറയാണ് മൈ പേരൻസ് ആർ നോട്ട് കമ്മിങ്. അത് എൻ്റെ പേരൻസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല, ഒരു അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് വരുന്നില്ല. പക്ഷേ കേട്ടവൻ മനസ്സിലായി ഞാൻ ഉദ്ദേശിച്ച ഫ്യൂച്ചറിലെ കാര്യമാണ്. ഓക്കെ, മറ്റൊന്ന് ഐ എം നോട്ട് ഗോയിങ് ടു ദ പാർട്ടി. ഞാൻ പാർട്ടിക്ക് പോകുന്നില്ല. ഐ ഡോണ്ട് ലൈക്ക് ഹർ. എന്താണ്? അവളാണ് എന്നെ പാർട്ടിക്ക് വിളിച്ചത്, പക്ഷേ എനിക്ക് അവളെ താല്പര്യമില്ല, ഇഷ്ടമല്ല. സോ ഐ എം നോട്ട് ഗോയിങ് ടു ദ പാർട്ടി. ഓക്കെ, ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പഠിച്ച കാര്യമാണ്. ഈ സാമാറ് മുമ്പിലേക്ക് ചേർക്കുക. ഇവിടെ ഉദാഹരണം ഹീ സ്ലീപ്പിംഗ് നൗ. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചോദിക്കുകയാണ് അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ഓക്കെ, അപ്പോഴെന്താണ്? ആ ഈസ് എടുത്ത് ഫ്രണ്ടിലോട്ട് ഇട്ടാൽ മതി. ഈസ് ഈ സ്ലീപ്പിംഗ് നൗ. അതിൻ്റെ ഉത്തരവായിട്ട് യെസ് ഹീ ഈസ്, നോ ഹീ ഈസിൻറ്റ് എന്ന് നമുക്ക് ഉത്തരം പറയാവുന്നതാണ്. പക്ഷേ നമുക്ക് വളരെ സിമ്പിളാണത്, നമ്മൾ പഠിച്ചാണ്. ഇനിയിപ്പോൾ നമുക്ക് മറ്റൊരൊന്നാണ് ഹീസ് നോട്ട് കുക്കിംഗ്. അതങ്ങനെ വേണമെങ്കിൽ പറയാം ഹീ ഈസൻ കുക്കിംഗ്. അവൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. അവൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ എന്ന് നമുക്ക് അങ്ങനെ ചോദിക്കണം. ഈസൻറ്റ് ഹീ കുക്കിംഗ്. ആ ഈസൻറ്റ് എന്നുള്ളത് പൂർണ്ണമായിട്ടെടുത്തും മുന്നോട്ടിട്ടാൽ മതി. ആരൻ്റെ കമ്മിങ്? അവർ വരുന്നില്ലേ. ഈസൻറ്റ് ഇറ്റ് ബോറിങ്? ഇത് ബോറിങ് അല്ലേ? അതായത് ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ചിലപ്പോൾ നിങ്ങൾ എൻ്റെ ക്ലാസ്സിനെ പറ്റി തന്നെ ആയിരിക്കും പറയുന്നത്. ഇത് ബോറിങ് അല്ലേ എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ സെക്ഷൻ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അൺലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും വാട്സപ്പ് പേജിലും ഇത് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.